Oh
അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നു. ഒരിക്കലുമില്ല പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. ഇത് പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീർന്നതിനും വേണ്ടിയാണ്. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിനടിമയായി വിൽക്കപ്പെട്ട ജനികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമം ഓർത്താഹ്ലാദിക്കുന്നു. എന്റെ അവയവങ്ങളിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാനോ ദുർബലനായ മനുഷ്യൻ, മരണാധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ ദൈവമായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ സേവിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് പാപത്തിന്റെ നിയമത്തെയും പാലിക്കുമോ?
അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കടൽക്കാരി വന്നു കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്രായ കനിയണമേ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവരോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞേച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ കാലത്ത് നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവേ, സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എന്ന് കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കൾ യജമാനന്മാരുടെ മേശയിൽ വീഴുന്ന അപകടങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കട്ടെ. ആ സമയം അവരുടെ പുത്രി സൗഖ്യമുള്ളവളായി. പ്പെടുകയും പാപികൾക്ക് നീതിമെന്നറിയവരുടെ അധർമ്മവരെ വെടുപ്പാക്കുകയും ചെയ്ത സ്തോത്രത്തിന്റെ രക്ഷയുടെ ദാസായും ശ്രീപായുടെ മുകളിൽ വെച്ച് ചെറിയപ്പെടുകയും ജാതികളെ മുദ്രവൃത്തി മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത പാപരിഹാരം നൽകുന്ന രക്തമായിട്ട് കർത്താവേ, നിനക്ക് സ്തുതി. ദൈവികമായ പരിശുദ്ധിയാൽ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു.
അനേകം പറയോ ആലോക വിശ്വസുഖം ലോകസുഖം പകരയും സുസദാലോകമേ നഗരമോ കർമ്മയും ഉസയോ മധ്യാനോ ഹവേലാമനോ മസിയോ മൻകാൽ മറിയോ മോറാൻ മോറോ ദശകുലത്തോ അനീലാൻ മോർത്തോയോ ലാൻ തോലോലാൻ പപ്ലോഗ്രാൻ കാബേ സ്ലാവോ സാന്തൽപോൻ ആബാബാത്തെ ലാലോകം റഹമായിക്ക് പുലകൻ മർദ്ദവസോ ബസിയോസോ സംസേദവസോമേനാൻ മംഗളമനോസോ മറിയോ ഗുരി ആമാ വണ്ടർസോ തുസോ വൈദീസേ കോശോ ഗുരുവിസ്മാനമേ സകലവും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്നവനും സർവസൃഷ്ടികളുടെ രക്ഷാകരമായ ജീവശ്വാസവും അനസരതയുടെ നിർമ്മലം ഓരോന്നും അമർത്യതയുടെ പരിമളവുമായി വിശ്വാസപരാതെ നിന്റെ ദിവ്യജ്ഞാനമാകുന്ന പരിമളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറച്ചു. നിസ്സാരന്മാരും അന്വരുമായ ഞങ്ങളെ തിരുവൻപാട് നിൽക്കുവാനും മാലാകമാർ പോലും ഒറ്റ നോക്കുവാൻ അഭിമാനിച്ചിരിക്കുന്ന അവർ നിങ്ങളാൽ നിന്റെ ദിവ്യരഹസ്യങ്ങൾ പരിചരണം ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും നീ ഞങ്ങളെ അർഹരമാക്കി. കർത്താവേ, പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും വ്യർത്ഥ നിരൂപണങ്ങളിൽ നിന്നും ഞങ്ങളെ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ നീ രക്ഷിക്കണമേ. ലഘുവും സന്തോഷപ്രദമായ മുഖത്തിന് കീഴിൽ ഉത്തമവും പരിപൂർണമായ സേവനം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കൃപയാലും അനുഗ്രഹീതനും ഭാഗ്യവാന്മാരും ദൈവത്താലും പരിശുദ്ധമായ പ്രേരണയാലും ആത്മശരീരങ്ങളുടെ ഉണർവോടും സ്ഥിരനിർഭയോടും കൂടെ ആയുഷ്കാലമെല്ലാം തിരുവൻപാടുകൾ ജീവിച്ച് ഭാഗ്യകരമായ അന്ത്യത്തിലേക്കും ദുഃഖമോദരവുമില്ലാത്ത മാനവമായ ജീവിതത്തിലേക്കും നയിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങളും ഞങ്ങളെ മരിച്ചുപോയവരും പിതാവിനും വിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സർവശക്തിയുള്ള പിതാവും Jirichuru
പരിശുദ്ധവും ദൈവോപദേശമെത്താൻ തമ്മിൽ തമ്മിൽ സമാധാനപ്പെടുത്തണം. ഈ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ആത്മാക്കളുടെ ശരീരങ്ങളെ കഴുത്തുവിളിച്ചതിനെ വന്ദിക്കുന്നു. എന്തെന്നാൽ നീ സകലത്തെയും സഹായം സങ്കേതവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും എല്ലാവരും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഉദ്വാസിപ്പിച്ച് ഞങ്ങളെ ദ്വേഷിക്കുന്ന സർവശക്തനിൽ നിന്നും ഞങ്ങളെ നീ വിടുവിക്കണമേ. ഞങ്ങളുടെ പ്രമാണങ്ങളെല്ലാം നീ പരിഹരിച്ച് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് മേലാലും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പരിശുദ്ധ
പരിശുദ്ധ സ്നേഹന്മാരെ ഏൽപ്പിച്ചുകൊണ്ടവരോട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെ മൃഗത്തെ പുനരുദ്ധാനത്തെ നിങ്ങൾ ഓർമ്മിക്കുവേനെന്ന് അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുൾ ചെയ്തു. ഞങ്ങളുടെ പാപങ്ങൾക്കനുസൃതമായി കലത്തിനുയാക്കുന്ന അഗ്നിയാലത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും അക്രമങ്ങളും നിങ്ങൾ പീഡിപ്പിക്കപ്പെടുവാനിടയാകരുതേ. കർത്താവേ, നിനക്ക് മനസ്സിലുണ്ടായി ഞങ്ങളുടെ പാപങ്ങൾ തിരുമുഖത്തിരിക്കുകയും ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇതിനുവേണ്ടി നിന്റെ പിതാവിനോട് അനുതാപൂർവ്വം അപേക്ഷിക്കുന്നു. Amen.
പാപമോചനത്തിനും നിത്യജീവനും നിദാനമായി തീരണമേ. ഞങ്ങൾ നിനക്ക് മികജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിസ്തോത്രം അർപ്പിക്കും. എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ചും പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മുടെ സകലതരം പിതാവുമായ മോറോന്മാർ ബസീലിയസ് കാതോലിക്കാബാബയ്ക്ക് വേണ്ടി അബൂന്മാർ പോളിക്കാപ്പോസ് എപ്പിസ്കോപ്പയ്ക്ക് വേണ്ടി സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടി യശീശന്മാർ സന്മാശന്മാർ യാർക്കാർക്ക് വേണ്ടി ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടി പ്രധാനം നാം പ്രാർത്ഥിക്കണം. നിന്റെ സമാധാനവും സഹായവും അവർക്ക് പോഷണമായി നൽകുകയും ചെയ്യണമേ. തന്മൂലം അവർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും മധ്യസ്ഥം വഹിക്കുന്നവരുമായി തീരുവാനിടയാകണമേ. വിശ്വാസങ്ങളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിൽ ചരിത്രത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ സഭയെ സഹായിക്കുന്നവരെ നീ ഓർക്കണമേ. പിശാചുകളുടെയും കെട്ടുമനുഷ്യരുടെയും നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി അവൻ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മേൽ ആധിപത്യത്തിൽ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ സമാധാനപരമായിട്ട് തീർച്ചയണമേ. അസൂയാലുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് മേലാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നമ്മുടെ പിതാവായ മത്തമാശ്രീയായ നബിയന്മാർ സൗദയമാർ മാതന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് പ്രവർത്തിയാകട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സകലവിശുദ്ധന്റെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിച്ച് അവരുടെ അവകാശത്തിന് യോഗ്യരാക്കേണ്ടമേ. അവരോടുകൂടെയും അവരുടെ ഞങ്ങൾ നിനക്ക് മേലാവാനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് എത്തിനുള്ള പിതാക്കന്മാരെ അംഗീകരിക്കപ്പെട്ട ഭർത്താക്കന്മാരെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഗോത്രമായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ വിശുദ്ധ സമയം ഉറപ്പിക്കുകയും ചെയ്തവരെ നീ ഓർമ്മിക്കണമേ. അവരുടെ പാവനമായ പ്രാർത്ഥനകളായി ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ.
അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും ഏകാന്തനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പാർക്കുമോ സ്നേഹത്തിന് സത്യാവശ്യത്തിൽ മരിച്ച് നമ്മൾ തന്നെ ഉള്ളതുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടകളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും അതിനെ യോഗ്യരാക്കുവാനും നമ്മയുടെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയായി ചെല്ലണം. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവേ, സത്യവിശ്വാസത്തിൽ പ്രധാനങ്ങളുടെയും വസിപ്പിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും സകല നിയമലംഘനങ്ങളും കുറ്റങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ. എന്തെന്നാൽ കർത്താവ് രക്ഷകനായ യേശുവിനല്ലാതെ പാപരഹിതനായ മറ്റാരുമില്ലല്ലോ. ഏകജാതന്മാർക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചുപോയവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. Hallelujah.
ആയിരിക്കുന്ന നീ എന്നെ സ്വീകരിക്കണമേ. ഞങ്ങളിതായ അവസരത്തിൽ നിന്നെ പഠിപ്പിച്ച ഉത്കൃതമായ പ്രാർത്ഥന വരുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തനുമാണല്ലോ. ഞങ്ങൾ ഇപ്പോഴെല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. Yeah.
Gloria,
പാവനികാലമൃതമായി നീ പരിശുദ്ധവരിടത്തിൽ നിന്ന് നിന്റെ ദാസനിലേക്ക് പാവനികാലങ്ങളുമാറാകണമേ. എന്നേ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരത്തിനുള്ളതാകുന്ന നീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു.
Oh,